കൊച്ചിയിൽ MDMA-യുമായി പിടിയിലായ യൂട്യൂബർ റിൻസി മുംതാസ് സിനിമാ മേഖലയിലെ ഡ്രഗ് ലേഡി എന്ന് പോലീസ്. ലഹരിക്കായി പ്രതികൾ ചെലവാക്കിയത് ലക്ഷങ്ങളെന്നും കണ്ടെത്തിയിരിക്കുന്നു. സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ പേരുകൾ റിൻസി പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. നവമി, സിനിമാ മേഖലയിലെ ഡ്രഗ് ലേഡി എന്നാണ് റിൻസി അറിയപ്പെടുന്നത് എന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സിനിമാ മേഖലയിൽ നിന്ന് റിൻസിയിൽ നിന്ന് ഈ ലഹരി ഇടപാടുകൾ നടത്തിയിരുന്ന ആളുകളുടെ പേര് വിവരങ്ങളൊക്കെ റിൻസിയിൽ നിന്ന് അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് എന്നുകൂടി വിവരങ്ങൾ പുറത്തു വരികയാണ്. ആരുടെയൊക്കെ പേരുകളാണ് റിൻസി കൈമാറിയിട്ടുള്ളത് എന്നതടക്കമുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ നിന്ന്? എന്തായാലും ഈ പേരുകൾ റിൻസി പോലീസിന് കൈമാറി എന്നുള്ളത് സ്ഥിരീകരിക്കാവുന്ന വാർത്തയാണ്. പക്ഷെ ഇത് ആരുടെയൊക്കെ പേരാണെന്ന് പോലീസ് പുറത്തു വിട്ടിട്ടില്ല. അന്വേഷണ സംഘവുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഒരു യുവതിയുടെ മൊഴിയുടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ലഹരി കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് ഈ ഒരു അന്വേഷണവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് സിനിമാ മേഖലയിലുള്ളവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക്, ചില വ്യക്തികളുടെ പേരുകൾ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കടക്കാൻ കഴിയില്ല. അവർക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും റിൻസി കൈമാറിയിട്ടുള്ള പേരുകൾ അവരെ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് എന്ന കാര്യം കൂടി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് ആരൊക്കെയാണ് ഈ വ്യക്തികളെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ചിലപ്പോൾ അവരെ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുവാനും പോലീസിന്റെ സാധ്യതയുണ്ട്. കൃത്യമായിട്ടുള്ള തെളിവുകൾ, ഇവരുടെ ഫോൺ പരിശോധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അതിനു മുൻപ് പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടേണ്ടിയിരിക്കുന്നു. റിൻസിയെയും ആൺ സുഹൃത്തിനെയും കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. ഇവരെ കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. അതിൽ നിന്നായിരിക്കും കൂടുതൽ ആളുകളിലേക്കൊക്കെ അന്വേഷണ സംഘം എത്തുകയുള്ളൂ. ഇതിന് സിനിമാ മേഖലയിലെ, പ്രത്യേകിച്ച് സിനിമയിലെ യുവതാരങ്ങൾക്കടക്കം ലഹരി എത്തിക്കുന്നത് റിൻസി ആണെന്ന് ഉള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ലക്ഷങ്ങളാണ് റിൻസി ഈ ലഹരി വാങ്ങുന്നതിന് വേണ്ടി ചിലവാക്കുന്നത്. അത് MDMA മാത്രമല്ല, മാരക ലഹരിയായിട്ടുള്ള കൊക്കൈനും ലഹരി വാങ്ങി ബംഗളൂരു, ഡൽഹിയിൽ നിന്നുമൊക്കെയാണ് റിൻസിയുടെ സഹായിയായിട്ടുള്ള, ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഈ ആൺ സുഹൃത്ത് ലഹരി വാങ്ങിയിരിക്കുന്നത്. ആ ലഹരി ഇവരെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ എത്തിച്ച് അവിടെ വെച്ചാണ് ആവശ്യക്കാർക്കായി കൈമാറുന്നത്. ഫ്ളാറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലഹരി പാർട്ടി തന്നെ റിൻസി അവിടെ നടത്തുന്നുണ്ടെന്നുള്ള വിവരം കൂടിയൊക്കെ പോലീസിന് ലഭിച്ചിരുന്നു. റിൻസിയിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത് ഈ ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റ് എന്നുള്ള ഒരു കമ്പനിയുടെ PR ആയിട്ടാണ് റിൻസി ജോലി ചെയ്തിരുന്നത്. അത് സിനിമാ മേഖലയുമായി അടുത്ത് ബന്ധമുള്ളതാണ്. ആ രീതിയിലേക്ക് സിനിമാ താരങ്ങൾക്കൊക്കെ ലഹരി എത്തിച്ചു നൽകുന്നതിൽ മുൻപന്തിയിൽ റിൻസി ഉണ്ട് എന്നുള്ള വിവരം പോലീസിന് കുറച്ച് ദിവസങ്ങളായി ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് സമാനമായ രീതിയിൽ വയനാട് നിന്നും ഒരു ലഹരിയുമായി ഒരു സംഘത്തെ പിടികൂടുന്നുണ്ട്. അവരുടെ ഫോൺ പരിശോധനയിൽ നിന്നുമാണ് റിൻസിയുമായിട്ടുള്ള ചാറ്റുകൾ അന്വേഷണ സംഘത്തിന് കിട്ടിയത്. അതിൽ കൃത്യമായി തന്നെ കൊക്കൈൻ എത്ര അളവിൽ വേണം, MDMA എത്ര വേണം, എത്ര രൂപയാണ് ഇത് എവിടെ നിന്നാണ് വാങ്ങുന്നത് അടക്കമുള്ള ഈ ചാറ്റുകൾ, ഈ ലഹരി ഉപയോഗിക്കുന്ന വീഡിയോകൾ അടക്കം ആ വയനാട് സ്വദേശിയിൽ നിന്നും ഫോണിൽ നിന്നും അന്വേഷണ സംഘത്തിന് കിട്ടുന്നതുണ്ടായിരുന്നു. അപ്പോൾ ഈ റിൻസിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘത്തിന്റെ തെളിവുകൾ കുറച്ചുകൂടി ലഭിച്ചിരുന്നു. പിന്നീട് റിൻസി കുറച്ച് ദിവസങ്ങളായി പോലീസിന്റെ നിരീക്ഷണ വലയത്തിലായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഈ ഫ്ളാറ്റിൽ നിന്നും റിൻസിയെ പിടികൂടുന്നത്. റിൻസിയും ആൺ സുഹൃത്തും പോലീസ് പിടികൂടുന്ന സമയത്ത് പോലും ലഹരിയിലായിരുന്നു. മാരകമായിട്ടുള്ള MDMA-യും കൊക്കൈനും ഒക്കെ ഉപയോഗിച്ചൊരു രാസലഹരിയിലായിരുന്നു ഇവരെന്ന് അന്വേഷണ സംഘത്തിന് പിന്നീട് സ്ഥിരീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ സിനിമാ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ലഹരി എത്തിക്കുന്നതെന്ന് റിൻസി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ആർക്കൊക്കെയാണ് സ്ഥിരം കസ്റ്റമേഴ്സ്, ആരൊക്കെയാണെന്നുള്ള വിവരം കൂടി, പേരുകൾ കൂടി. കൊച്ചി കേന്ദ്രീകരിച്ചായിക്കോട്ടെ, മറ്റ് ജില്ലകളിൽ കേന്ദ്രീകരിച്ചായിക്കോട്ടെ, ഒരു വലിയ ശൃംഖലയുടെ കണ്ണിയെ പിടികൂടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാം അന്വേഷണം പല ഘട്ടങ്ങളിലും എത്തി നിൽക്കുന്നത് ഈ സിനിമാ മേഖലയിലേക്കാണ് എന്നതാണ് സാഹചര്യം. ഇതിനു മുമ്പ് നമുക്കറിയാം, പല കേസുകളിൽ, പല ലഹരി ഇടപാടുകളിൽ പ്രധാനപ്പെട്ട ലഹരി ഇടപാടുകാരെയൊക്കെ പിടികൂടുമ്പോഴെല്ലാം ഈ അന്വേഷണം എത്തി നിൽക്കുന്നത് സിനിമാ മേഖലയിലേക്ക് തന്നെയാണ്. ഈ സിനിമാ മേഖല ഈ വലിയ ലഹരി സംഘത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ് എന്നുള്ള ചർച്ചയും വിവാദങ്ങളും ഒക്കെ തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും ലഹരി
ഇടപാടുകാർ, സിനിമാ മേഖലയിലെ താരങ്ങൾക്കടക്കം ലഹരി കൊണ്ടെത്തിച്ച് നൽകുന്ന ഇതുപോലെയുള്ള റിൻസിയെ പോലെയുള്ള ഡ്രഗ് ഡീലർമാര് വീണ്ടും വീണ്ടും പിടിയിലാകുന്നത് എന്നതല്ലേ സാഹചര്യം? ശരിയാണ് ആര്യ. നമ്മൾ ഇതിനു മുൻപ് പല കേസുകൾ, ഈ ലഹരിയുമായി ബന്ധപ്പെട്ട പല കേസുകളും പോലീസിന്റെ മുന്നിലെത്തുമ്പോൾ അല്ലെങ്കിൽ എക്സൈസിന്റെ മുന്നിലെത്തുമ്പോൾ അതിലെല്ലാം ഒരു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നടന്മാരുണ്ടാകും, ചിലപ്പോൾ നടിമാരുണ്ടാകും, അല്ലെങ്കിൽ അതിലെ മറ്റ് അണിയറ പ്രവർത്തകർ, മേക്കപ്പ് മാൻ ഉൾപ്പെടെയുള്ളവരെ നമ്മൾ പിടികൂടുന്നതും സംവിധായകനെ പിടികൂടുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ സിനിമാ മേഖലയിലുള്ളവർ പറയുന്നത്, നിങ്ങൾ ഈ സിനിമാ മേഖലയിൽ മാത്രമല്ല ലഹരി ഉപയോഗിക്കുന്നത്, എല്ലാ മേഖലകളും അല്ലെങ്കിൽ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി സിനിമാ മേഖലയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാതെ ലഹരി ഉപയോഗിക്കുന്നവർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് പോകണം. അതിനു വേണ്ടിയിട്ടുള്ള സഹായം, ഇപ്പോൾ സിനിമാ മേഖലയിൽ അടക്കം ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സഹായം, അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രീതികളിലേക്കൊക്കെ സിനിമാ സംഘടനകൾ പോകുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്കിൽ പോലും ഈ ലഹരിയുമായി പിടികൂടുന്ന കാരിയർമാരെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ലഹരി വിൽക്കുന്നവരെ പിടികൂടുമ്പോൾ അവരെല്ലാവരും നൽകുന്ന മൊഴി, സിനിമാ മേഖലയിലടക്കം സിനിമാ താരങ്ങൾക്കടക്കം ലഹരി എത്തിച്ചു നൽകുന്നത് ഇവരാണെന്ന കാര്യമാണ്. പിന്നീടാണ് പോലീസ് ഇവരിലേക്കും ഈ സിനിമാ മേഖലയിലേക്ക് കൂടി കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായത്. തസ്ലീമ സുൽത്താന എന്ന പേര് നമുക്കറിയാം. തസ്ലീമ സുൽത്താനയെ ഇത്തരത്തിൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് പിടിയിലാകുമ്പോൾ ആ അന്വേഷണം എത്തി നിന്നത് സിനിമാ മേഖലയിലേക്കാണ്. ഷൈം ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി തുടങ്ങിയവർക്കെല്ലാം ഇത്തരത്തിൽ ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നത് തസ്ലീമയായിരുന്നു എന്നതൊക്കെ പിന്നീട് തെളിഞ്ഞ കാര്യമാണ്. അപ്പോൾ സിനിമാ മേഖലയിൽ ഇത്തരത്തിൽ ഇടപാടുകൾ നടത്തുന്ന കൂടുതൽ ഡ്രഗ് ലേഡികൾ ഉണ്ട് എന്നതാണ് റിൻസിയെ കൂടി പിടിയിലാകുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതുപോലെ ഒരുപാട് പേർ, ഒരുപാട് ലഹരി ഡീലർമാർ ഇനിയും ഈ ലഹരി വലയിൽ, ഈ ശൃംഖലയിൽ അവശേഷിക്കുന്നുണ്ട്, പിടിയിലാകാൻ ഇനിയും ബാക്കിയുണ്ട് എന്നതുകൂടിയാണ് സാഹചര്യം, അല്ലേ? അതെ, എന്തായാലും പോലീസിന്റെ അന്വേഷണം ആ രീതിയിലൊക്കെ വ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ റിൻസിയെ കസ്റ്റഡിയിൽ വാങ്ങി. റിൻസി ആർക്കൊക്കെയാണ് ലഹരി നൽകുന്നത്, ആരൊക്കെയാണ് ലഹരി സ്ഥിരം വാങ്ങുന്നത്, എവിടെ നിന്നാണ് ഈ ലഹരി ഇവർക്ക് എത്തുന്നത്, ബംഗളൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഒക്കെയാണെന്ന് പറയുന്നുണ്ട്. അത് ആര് വഴിയാണ് ഇവർക്ക് എത്തുന്നത് എന്നീ കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന് കൃത്യമായി ലഭിക്കേണ്ടതുണ്ട്. സിനിമാ സംഘടനകളിൽ സിനിമയിലെ താരങ്ങളടക്കം ഈ ലഹരി സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവരെ കണ്ടെത്തി അവർക്കെതിരെ തെളിവ് ശേഖരിച്ച് കടുത്ത നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷമായിരിക്കും തുടർ നടപടികളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയുള്ളൂ. ഈ ലഹരി ഉപയോഗിക്കുന്നത് സിനിമാ മേഖലയിലുള്ള, അത് നടനായിക്കോട്ടെ, സംവിധായകനായിക്കോട്ടെ, മറ്റ് അണിയറ പ്രവർത്തകരായിക്കോട്ടെ, ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ യാതൊരു പറയുന്ന പോലെ അവർക്കൊരു സംരക്ഷണവും നൽകാതെ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് സർക്കാർ ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത്. സിനിമാ മേഖലയിലുള്ളവരും ഈ സിനിമാ സംഘടനകളിലെ ആളുകൾ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടക്കം ഒരു സത്യവാങ്മൂലം പോലും ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകൾ വർദ്ധിച്ചു വരുന്ന, അല്ലെങ്കിൽ സിനിമയിലെ ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യം ഉള്ളതിനാൽ കടുത്ത നടപടികളുമായി പോകാൻ തന്നെയാണ് അന്വേഷണ സംഘവും തീരുമാനിച്ചിരിക്കുന്നത്. റിൻസി ലക്ഷങ്ങളുടെ ലഹരി ഇടപാടുകളാണ് ഓരോ ദിവസവും നടത്തുന്നതെന്നാണ് അന്വേഷണ സംഘത്തിന് ഏറ്റവും ഒടുവിലായി ലഭിച്ചിരിക്കുന്ന വിവരവും. ആര്യ, നവമി, റിൻസി മുംതാസ് ഒരു യൂട്യൂബർ കൂടിയാണ് എന്നതാണ് ഇവിടുത്തെ ശ്രദ്ധേയമായ കാര്യം. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റി യൂട്യൂബർമാരുടെ ഒക്കെ ഒരു വരുമാനം എന്നുള്ളത്. അപ്പോൾ സീരിയസ് ആയി ആ പ്രൊഫഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണെങ്കിൽ ഒരിക്കലും ലഹരി ഇടപാടുകളിലേക്കൊന്നും കടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ലഹരി ഇടപാടുകൾക്കുള്ള ഒരു മറയായി മാത്രമാണോ ഈ യൂട്യൂബ് എന്ന പ്രൊഫഷനെ, അല്ലെങ്കിൽ ഈ യൂട്യൂബർ എന്ന പ്രൊഫഷനെ റിൻസി കൊണ്ട് നടന്നത് എന്നാണോ പോലീസ് പറയുന്നത്? എന്താണ് റിൻസിയുമായി ചുറ്റിപ്പറ്റി, അല്ലെങ്കിൽ റിൻസിയുടെ ഒരു സാഹചര്യവുമായി ചുറ്റിപ്പറ്റിയൊക്കെ കൂടുതലായി നമുക്ക് ലഭ്യമാകുന്ന വിവരം? റിൻസി ഒരു PR ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. PR കമ്പനിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ കമ്പനി തന്നെ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് റിൻസിയെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ആ കമ്പനിയുമായി അടുത്ത് നിൽക്കുന്ന ആളാണ് സിനിമയിലടക്കം സജീവമാകുന്ന, സിനിമാ താരങ്ങൾക്കിടയിലൊക്കെ വലിയ സൗഹൃദമുള്ള, സിനിമാ താരങ്ങളുമായിട്ട് പ്രത്യേകിച്ച് യുവതാരങ്ങളുമായിട്ട് സൗഹൃദമുള്ള, നമ്മൾ പലപ്പോഴും ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടൊക്കെ പോകുന്ന വേദികളിലൊക്കെ സ്ഥിരം സാന്നിധ്യമാണ് റിൻസി. എന്തായാലും അങ്ങനെയാണ് റിൻസി സിനിമാ മേഖലയിൽ സജീവമാകുന്നത്. ഒരു PR കമ്പനിയുടെ ഭാഗമായി എത്തി, പിന്നീട് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, അതിൽ ചില അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള സിനിമാ താരങ്ങളുമായിട്ടുള്ള അഭിമുഖങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ആ രീതിയിൽ
സിനിമയുമായി വലിയ രീതിയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന, അടുത്ത് ഇടപഴകുന്ന ഒരു വ്യക്തി കൂടിയാണ് റിൻസി. റിൻസി മാത്രമല്ല, റിൻസിയുടെ ഒരു ആൺ സുഹൃത്തും കൂടിയുണ്ട്. ഇരുവരുമായിരുന്നു ഫ്ളാറ്റിൽ ലഹരി വിൽപ്പനയും ലഹരി കച്ചവടവും ലഹരി ഓരോ ലഹരി പാർട്ടികളും ഒക്കെ നടത്തുന്നത് ഇവരും ഒരുമിച്ചാണെന്ന് പറയുന്നുണ്ട്. ആ ഫ്ളാറ്റിലേക്ക് പല സിനിമാ താരങ്ങളും എത്തുന്നുണ്ട്. റിൻസിക്കെതിരെ ഒരു PR അടക്കം രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. റിൻസിയും അല്ലെങ്കിൽ ഇത്തരത്തിൽ റിൻസിയുടെ സുഹൃത്തുക്കളും ഒക്കെ ആ ഫ്ളാറ്റിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലൊക്കെ പരാതികൾ പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് PROമാരടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോ പോസ്റ്റ് ഇടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ പോലീസിന്റെ വലയിൽ റിൻസി അകപ്പെടാൻ കുറച്ചു വൈകിയെന്ന് തന്നെയാണ് റിൻസി ലഹരി ഉപയോഗിക്കുന്നു എന്ന് അറിയുന്ന ചില സുഹൃത്തുക്കളൊക്കെ പങ്കുവയ്ക്കുന്ന വിവരം. ഇങ്ങനെ സിനിമാ മേഖലയിൽ അടക്കം സജീവമായിരിക്കുന്ന വ്യക്തിയാണ്. റിൻസി ഉണ്ടെങ്കിൽ അവിടെ ലഹരിയുടെ ഒഴുക്കായിരിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘവും വെളിപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ റിൻസിയുടെ ലഹരിയുമായി ബന്ധപ്പെട്ട് റിൻസി സ്ഥിരമായി ലഹരി കൊടുക്കുന്നത് ആർക്കൊക്കെയാണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. സിനിമയിലെ യുവതാരങ്ങളടക്കം റിൻസിയുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. യെസ്, അതാണ് നവമി ദിനേശാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേർത്തത്. എന്തായാലും കൊച്ചിയിൽ ഈ MDMAയുമായി പിടിയിലായ യൂട്യൂബർ റിൻസി സിനിമാ മേഖലയിലെ ഡ്രഗ് ലേഡിയാണെന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്ന കാര്യമാണ്. ഇനി റിൻസിയിൽ നിന്ന് ലഹരി വാങ്ങിയത്, റിൻസിയുടെ ലഹരി പാർട്ടിയിൽ പങ്കെടുത്ത സിനിമാ മേഖലയിലെ താരങ്ങൾ ആരൊക്കെയാണ്, സിനിമാ മേഖലയിലെ പ്രവർത്തകർ ആരൊക്കെയാണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരാൻ പോകുന്ന പേരുകളാകും, വാർത്തകളാകും എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള സൂചന.